ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ഉപരിമഹത്വത്തിനായി ഇന്ന് ക്രിസ്തുവിൻ്റെ പുരോഹിതനായി അഭിഷിക്തനാകുമ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടിയാണ് ഞാൻ ഈ ബലിപീഠത്തിന് സമീപമായിരിക്കുന്നത്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം ദൈവം അരുളി ചെയ്തു: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ആ ഒരു തിരഞ്ഞെടുപ്പാണ്, ആ ഒരു വിശുദ്ധീകരണമാണ്, ആ ഒരു നിയോഗമാണ് എന്നെ ഈ അൾത്താരയുടെ മുൻപിലെത്തിച്ചത്. എൻ്റെ അയോഗ്യതകളെല്ലാം യോഗ്യതകളാക്കി, എൻ്റെ കുറവുകളും തെറ്റുകളുമെല്ലാം നിറവുകളാക്കി അവിടുന്ന് എന്നെ കൈപിടിച്ച് നടത്തുകയായിരുന്നു. എൻ്റെ പാദങ്ങൾ ഇടറിയപ്പോഴും, എൻ്റെ നാവുകൾ കുഴഞ്ഞപ്പോഴും, എൻ്റെ കൈകൾ ശോഷിച്ചപ്പോഴും അവിടുന്ന് എൻ്റെ കൂടെ നിന്നു. ഇത്രയധികം വാത്സല്യത്തോടും കരുതലോടും കൂടി എന്നെ കാത്തു പരിപാലിച്ച എൻ്റെ തമ്പുരാന് എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ വിട്ടുകൊടുക്കുന്നു. തൻ്റെ പൗരോഹിത്യത്തിലേക്ക് നയിച്ച് എന്നെ മുഴുവനായും അവിടുത്തേതാക്കിയ എൻ്റെ തമ്പുരാന് നന്ദിയായി എൻ്റെ ഈ എളിയ ജീവിതം പൂർണ്ണമായും ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് എന്നെ ഉയർത്തുവാനായി ഇവിടെ എത്തിച്ചേർന്ന സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിതാവിന് ഞങ്ങൾ അഡോർണോ ഫാദേഴ്സ് സന്യാസ സഭയുമായി വളരെ നീണ്ട കാലത്തെ ഒരു സുദൃഢമായ ബന്ധമാണുള്ളത്. ഞങ്ങളുടെ എല്ലാവരുടെയും സന്യാസ ജീവിതത്തിൽ പിതാവ് തരുന്ന വാത്സല്യവും സ്നേഹവും അവർണ്ണനീയമാണ്. ഞങ്ങളുടെ സന്തോഷങ്ങളിലും വളർച്ചയിലും പിതാവ് ഇന്ന് ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾ അഡോർണോ ഫാദേഴ്സിൻ്റെ ഇന്നത്തെ സുപ്രധാന ദിവസത്തിൽ, എൻ്റെ ജീവിതത്തിലെ തന്നെ ഈ സുന്ദര ദിവസത്തിൽ ഞങ്ങളോട് കൂടെ ആയിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുവാനും കാണിച്ച പിതൃതുല്യമായ വാത്സല്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഈ പ്രഥമ ദിവ്യബലിയിൽ പിതാവിനെയും പിതാവിൻ്റെ നിയോഗങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് എന്നെ സ്വന്തമാക്കണം, എനിക്ക് ദൈവത്തിൻ്റേതാകണം എന്ന ആഗ്രഹത്തിനും തീരുമാനത്തിനും യാതൊരു മടിയും കൂടാതെ ഒത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ എന്നെ ദൈവത്തിന് സമർപ്പിച്ച എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചെറുപ്പം മുതലേ ദൈവത്തോടും ദൈവാലയത്തോടും ചേർത്ത് എന്നെ വളർത്തി. അങ്ങനെ പൂർണ്ണമായും എന്നെ ദൈവത്തിനായി വിട്ടുകൊടുത്ത എൻ്റെ മാതാപിതാക്കൾ, എനിക്കായി എന്ന് മുട്ടിപ്പായി അവർ കരങ്ങൾ വിരിച്ചു. അവരുടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും കൂടി ഫലമാണ് ഇന്ന് ഈ അൾത്താര ചുംബിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയത്. എൻ്റെ ഈ പൗരോഹിത്യ ജീവിതത്തിന് ശക്തിയായ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചയെയും ദൈവത്തിന് സമർപ്പിച്ച് എൻ്റെ ഈ പ്രഥമ ബലിയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി, എൻ്റെ ഓരോ ആവശ്യങ്ങളിലും സഹായമായി എൻ്റെ കൂടെ നിന്ന, എന്നും എൻ്റെ ബലമായി നിന്ന എൻ്റെ ചേട്ടനും ചേച്ചിയും, ഈ ഒരു ധന്യമുഹൂർത്തത്തിനായി കാത്തിരുന്ന പോൾസനും പൗളിയും, എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അവരുടെ പ്രചോദനങ്ങൾക്ക്. ഈ ദിവസം മനോഹരമാക്കുവാനായി അക്ഷീണം പ്രയത്നിച്ച പ്രിയപ്പെട്ട പോൾസനും ചേട്ടത്തിയമ്മയ്ക്കും ഇസക്കുട്ടിയും ഈ ബലിയിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന എൻ്റെ ചേച്ചി, എന്നാൽ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഇവിടെ ഇന്ന് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. എൻ്റെ യാത്രയിൽ എല്ലാ കരുതലും നൽകി എനിക്കായി സ്നേഹം മാത്രം നൽകുന്ന പൗളിയെയും അളിയനെയും ചാക്കോച്ചിയെയും ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഥമ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ വളർത്തി എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയ സന്യാസ സഭയുണ്ട്, ക്ലറിസ് ഇറഗുലർ മൈനർ അഡോർണോ ഫാദേഴ്സ്. എന്നിലെ ദൈവവിളി സുദൃഢമായി വളർത്തി എന്നെ ദൈവവുമായിട്ട് കൂടുതൽ ദൃഢമായ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് എന്നെ മാറ്റിയെടുത്ത എൻ്റെ പ്രിയ സന്യാസ സഭ. ഈ ആദ്യ ബലി അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സന്യാസ സഭയെ പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ജനറൽ അച്ഛനെ സന്യാസ പൗരോഹിത്യം കാക്ഷിക്കാനുള്ള എൻ്റെ ആഗ്രഹത്തെ സഫലമാക്കുവാനായി അദ്ദേഹത്തിൻ്റെയും
അദ്ദേഹത്തിൻ്റെ കൗൺസിൽ അംഗങ്ങളുടെയും തീരുമാനങ്ങൾ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. അവരെ എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മൈനർ സെമിനാരി കാലഘട്ടത്തിലും തിയോളജി കാലഘട്ടത്തിലും എൻ്റെ സുപ്പീരിയർ ആയിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡെലഗേറ്റ് സുപ്പീരിയർ റോബിൻ അച്ഛനെ ഞാൻ ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ നിർണായക വർഷങ്ങളിൽ എന്നിലെ ദൈവവിളിയെ ശക്തിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കുകയും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കൂടെ നിന്ന് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും തിരുത്തലുകളും തരുകയും പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ ആർച്ച് ഡീക്കൻ ആവുകയും ചെയ്ത പ്രിയപ്പെട്ട റോബിൻ അച്ഛനെ സന്തോഷത്തോടും നന്ദിയോടും കൂടെ ഓർത്ത് ഈ ബലിയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ് എന്നെ അഡോർണോ സെമിനാരിയിലേക്ക് ക്ഷണിക്കുകയും ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ സുപ്പീരിയർ ആവുകയും ചെയ്ത പ്രിയപ്പെട്ട ജോൺ പോൾ അച്ഛനെ ഈ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഫിലോസഫി കാലഘട്ടങ്ങളിൽ എൻ്റെ സുപ്പീരിയർ അച്ഛന്മാരായിരുന്ന പ്രിയപ്പെട്ട ബോബൻ അച്ഛനെയും ഇന്നത്തെ ശുശ്രൂഷയിൽ സഹകാർമ്മികനുമായിരുന്ന ഷിൻഡോ അച്ഛനെയും ദൈവ തിരുമുൻപിൽ നന്ദിയോടെ സമർപ്പിച്ച് ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നോവിഷ്യറ്റ് കാലഘട്ടത്തിൽ എൻ്റെ മാസ്റ്ററായിരുന്ന ജൂൺ അച്ഛനെ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്യാസ ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്നിലേക്ക് പകർന്നു തരുകയും അതിൻ്റെ മഹാത്മ്യം എന്നെ പഠിപ്പിക്കുകയും ചെയ്ത അച്ഛനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം അമേരിക്കൻ ഫിലിപ്പീനോ ഡെലിഗേഷനിലെ എല്ലാ വൈദികരെയും ബ്രദേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ പുരോഹിതനായി ഈ അൾത്താരയുടെ മുൻപിലായിരിക്കുമ്പോൾ എനിക്കായി സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങൾ നീട്ടുകയും എൻ്റെ രൂപീകരണ കാലഘട്ടങ്ങളിൽ എന്നെ എന്നും സഹായിക്കുകയും കൂടെ നിൽക്കുകയും എനിക്കായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്ത സാന്തോം ഇൻഡോ ജർമ്മൻ ഡെലിഗേഷനിലെ എൻ്റെ എല്ലാ ജ്യേഷ്ഠ വൈദികരെയും വിദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട വൈദികരെയും എൻ്റെ ഈ പ്രഥമ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പൗരോഹിത്യത്തിലേക്കുള്ള യാത്രയിൽ എൻ്റെ ആധ്യാത്മിക ജീവിതം സൗന്ദര്യപൂർണ്ണവും ഫലപുഷ്ടവുമാകുവാൻ എന്നെ സഹായിച്ച് കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആധ്യാത്മിക ഗുരുക്കന്മാരെയും ഈ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിനം അനുഗ്രഹം തുളുമ്പുന്നതായി തീരുവാനായി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. നിയന്ത്രണങ്ങളുള്ളതിനാൽ തിരുക്കർമ്മങ്ങളിൽ ആധ്യാത്മികമായിട്ട് അവർ പങ്കുകൊള്ളുന്നു. സെമിനാരികളിലായിരുന്ന എനിക്കായി കരങ്ങൾ ഉയർത്തിയ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒത്തിരി സ്നേഹത്തോടെ ഈ ബലിയിൽ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ മനോഹരമായ രൂപീകരണ കാലഘട്ടത്തിൽ എൻ്റെ ഫിലോസഫി തിയോളജി പഠനം പൂർത്തിയാക്കുവാൻ സഹായിച്ച ഗുഷപ്പേഡ് മേജർ സെമിനാരിയിലെയും ക്രിസ്തുജ്യോതി കോളേജിലെയും രക്തന്മാരെയും എല്ലാ വൈദികരെയും നന്ദിയോടെ ഓർക്കുകയും ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ ജീവിതത്തിൽ അറിവിൻ്റെ വെളിച്ചം പകർന്നു തന്ന എല്ലാ ഗുരുഭൂതരെയും എനിക്കായി സഹായഹസ്തം നീട്ടിയ ഉപകാരികളെയും ഈ ബലിയിൽ പ്രത്യേകം ഓർക്കുന്നു. കുറവിലങ്ങാട് മഹാ ഇടവകയുടെ ആർച്ച് പ്രീസ്റ്റ് അഗസ്റ്റിൻ അച്ഛനെയും മറ്റ് സഹവൈദികരെയും ഈ ദിനം അനുഗ്രഹങ്ങൾ ദിനമാക്കുവാനായി അവർ ഒത്തിരിയേറെ പ്രയത്നിച്ചു. അവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി ഞങ്ങളുടെ മുൻ വികാരിയും പ്രഥമ ആർച്ച് പ്രീസ്റ്റും ഈ രൂപതയിലെ ഇപ്പോഴത്തെ വിജിയുമായ തടത്തിലച്ഛനെയും മറ്റ് മുൻ വികാരിമാരെയും കൊച്ചച്ഛന്മാരെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പുണ്യദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും അതോടൊപ്പം ഈ ദിനം കൂടുതൽ അനുഗ്രഹപൂർണ്ണമാകുവാനുമായി പ്രാർത്ഥിച്ച് കാത്തിരുന്ന എൻ്റെ എല്ലാ ബന്ധുമിത്രാദികളെയും ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിമിതികൾ മൂലം എല്ലാവരുടെയും പങ്കാളിത്തമില്ല എങ്കിലും ഈ സമയം അവർ എനിക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ഈ ബലിയിൽ ചേർന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി സ്വർഗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ട കുടുംബത്തിലെ എല്ലാവരെയും ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിനം സുന്ദരവും അനുഗ്രഹപൂർണവുമാക്കുവാനായി അധ്വാനിച്ച ദൈവാലയ ശുശ്രൂഷകളെയും കൈക്കാരന്മാരെയും SMIM അംഗങ്ങളെയും അൾത്താരപാലന്മാരെയും മറ്റ് എല്ലാ സംഘടനാ അംഗങ്ങളെയും ദൈവത്തിരുമ്പിൽ നന്ദിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പൗരോഹിത്യ തിരുക്കർമ്മങ്ങളിൽ ശുശ്രൂഷ നടത്തി എനിക്കായി പ്രാർത്ഥിക്കുകയും ഈ ദിനത്തിലെ തിരുക്കർമ്മങ്ങളെല്ലാം മനോഹരമാക്കുവാനുമായി പ്രയത്നിച്ച എല്ലാ ശമ്മാച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പൗരോഹിത്യ ജീവിതം ലക്ഷ്യം വെച്ചുള്ള അവരുടെ യാത്രയിൽ എല്ലാവിധ ദൈവിക കൃപകളും നിറയട്ടെ എന്ന് ആശംസിച്ച് ഈ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ തിയോളജി കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായി ഞാൻ നിയോഗിക്കപ്പെട്ട ബാംഗ്ലൂർ TC പാലയ സെൻറ്റ് ജോസഫ് പള്ളിയിലെ എല്ലാ ഇടവകക്കാരെയും നന്ദിയോടെ ഓർക്കുകയും ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സ്വർഗീയ അനുഭൂതി പകർന്ന ഗായക സംഘത്തിലെ മലമാക്കൽ അച്ഛനെയും കോളമാക്കൽ അച്ഛനെയും ടീച്ചറിനെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ തിരുക്കർമ്മങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന മുദ്ര സ്റ്റുഡിയോയ്ക്കും ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന കേരള ടിവിക്കും ഭക്ഷണം തയ്യാറാക്കിയ ഗ്രീൻ കെറ്റേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ സുന്ദര നിമിഷത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി ആളുകളുണ്ട്. അവരെയെല്ലാം ഈ ബലിയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും ഈ ബലിയിൽ ചേർത്ത് വയ്ക്കുന്നു. ഈ അൾത്താരയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം, എൻ്റെ യോഗ്യതകളല്ല എനിക്ക് ഈ ദാനം സമ്മാനിച്ചത്, മറിച്ച് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. എൻ്റെ ജീവിത അവസാനം വരെ ഈ ദൈവിക കൃപയിൽ വളരുവാനും ആ കൃപകൾ എൻ്റെ കരങ്ങളിലൂടെ അനേകരിലേക്ക് പകരുവാനുമുള്ള അനുഗ്രഹത്തിനായി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ ഈ ജീവിതം അൾത്താരയോട് ചേർത്ത് ദൈവത്തിന് സമർപ്പിക്കുവാനും അവസാന ശ്വാസം വരെ അൾത്താരയിൽ ചേർന്നിരിക്കുവാനും ഈ അൾത്താരയിലേക്ക് അനേകരെ അടുപ്പിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക.